നെയ്യാറ്റിൻകരയിലെ സമാധി ഗോപൻ എന്നുള്ള ആളുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ വർഗീയത മൂർജിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് കോടതിയിൽ നിന്നും ഒരു ഇടപെടലുകൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് കോടതിയെ സമീപിച്ച അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകളോട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിയമ നടപടി പോലീസിന് സ്വീകരിക്കാം എന്നുള്ളതാണ്. അതായത് ബന്ധപ്പെട്ട കല്ലറ പൊളിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയും ഇവിടുത്തെ വ്യവസ്ഥയിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നുമുള്ള ഉത്തരവാണ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഇത്തരം ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ മറ്റു സംഘടനകളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, ഈ കുടുംബമടക്കമുള്ള ആളുകൾ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, പക്ഷെ ഇപ്പോൾ കോടതിയിൽ നിന്നും ഇത്തരം ഒരു കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിലെ മകനെ ഇന്ന് പത്രക്കാർ കാണുകയുണ്ടായി. അദ്ദേഹം വീണ്ടും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്ക് അന്വേഷിച്ചിട്ടില്ല. ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഇല്ല അത് മാത്രമല്ല ഇതിപ്പോ സംസ്കരിച്ചു. ഇല്ല അത് തന്നെയാണ് കാരണം. ഇല്ല ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് ആലോചിച്ച് തീരുമാനങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട്. ഒരു മിനിറ്റ്. 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, രണ്ടാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? സാറ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വിശ്വംഭരനെ പറ്റി പറഞ്ഞല്ലോ. ഈ ക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വംഭരൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വംഭരൻ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഭയങ്കര ഇതായിരിക്കണം. ഞാനൊന്ന് ഹിന്ദു സംഘടനകളോടൊന്ന് ചോദിച്ചിട്ട് ഒറ്റ കാര്യമുണ്ട്. അവസാനമായിട്ട് ഇതിപ്പോ കോടതി പറഞ്ഞേക്കുന്നത് ഇത് പൊളിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ? ഞാനത് പറഞ്ഞല്ലോ. ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ. ഹിന്ദു സംഘടനകൾ നോക്കട്ടെ. കളങ്കപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഹിന്ദു ഐക്യവേദി വിഷയത്തിൽ ഇടപെട്ടത്. ഹിന്ദു ഐക്യവേദി ഓക്കെ, അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹം പറയുന്നുള്ളത് ഇതിനു പിന്നിൽ മുസ്ലിംകളാണ് എന്നുള്ളതാണ്. ഈ കല്ലറ പൊളിക്കൽ മുസ്ലിങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ്. എന്നാൽ റിപ്പോർട്ടർ അക്കാര്യം തിരുത്തി കൊടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശ്വംഭരൻ എന്നുള്ളതാണ്, യേശുദാസൻ എന്നുള്ളവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പരാതിക്കാർ എന്നുള്ളത്. അത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്ന അടക്കമുള്ള ആളുകൾ, ഇവരെ വിശ്വംഭരനും യേശുദാസനും അടക്കമുള്ള ആളുകൾ, അത് മത ജാതിക്കപ്പുറം എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്, ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തുമെന്നുള്ള ആവശ്യം എല്ലാവരുടേതുമാണ്. അങ്ങനെ അത് കോടതിയിൽ എത്തുകയാണ്. കോടതി നടപടി ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി പോലീസിന്റെ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ചെല്ലുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ്, മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്നും ഇത്തരം ഒരു തീരുമാനമുണ്ടായി നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറയുന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്
ഇത്തരം സംഘടനകളോട്, ഈ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളോട് ചോദിച്ച് ഞാൻ മറുപടി പറയാമെന്നാണ്. എന്നാൽ റിപ്പോർട്ടർ അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് പറയുന്നുണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ സംഘടനകളടക്കം കോടതികൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ അവരുമായിട്ട് ചോദിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. ഇത് വളരെ 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 ലോ ആൻഡ് ഓർഡർ വിഷയമാക്കി മാറ്റേണ്ട കാര്യമേ അല്ല. അവിടെ ഒരു മരണം നടന്നിരിക്കുന്നു, ആ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്നുണ്ട്. ദുരൂഹത ആരോപിക്കപ്പെട്ട മരണങ്ങൾ സ്വാഭാവികമായിട്ടും അത് എത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ള ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടി ക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും ജാതി മതത്തിനപ്പുറം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അസ്വാഭാവികത മരണം ഉണ്ടായാൽ, ഒരു സ്വാഭാവികമായ കാര്യങ്ങൾ ഒരിടത്ത് സംഭവിച്ചാൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അത്തരം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനെ മതത്തിന്റെയും ജാതിയുടെയും മറ്റു കാര്യങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട്, ഇതിൽ കക്ഷിയല്ലാത്ത മുസ്ലിങ്ങളുടെ പെടലിക്കൊക്കെ വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള സെൻസിറ്റീവ് വിഷയമായി ഇതിനെ മാറ്റിക്കൊണ്ട് കോടതികളിലൊക്കെ കയറി ചെല്ലുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഇവിടെ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. കല്ലറ പൊളിക്കാമെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്, ഭരണകൂടത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇനി കല്ലറ പൊളിച്ചുകൊണ്ട് അവിടെയുള്ള ബാക്കി കാര്യങ്ങൾ, അവിടെ ഗോപൻസ്വാമിയുടെ മരണം ഈ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും അസ്വാഭാവികതയാണോ, എന്തെങ്കിലും രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ട് മാത്രമേ ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് ബോധ്യപ്പെട്ടാൽ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യമായ ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ സമീപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഓരോ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഓരോ പൗരനും ഈ ഒരു വിഷയത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തേണ്ട കാര്യം കൂടിയാണ്. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലൊക്കെ ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇടപെട്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ വർഗീയവൽക്കരിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഗോപൻസ്വാമിയുടെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായ കോടതി നടപടിയെ കുറിച്ച് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇതിൽ നിലവിൽ ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങൾക്ക് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് സാധ്യമാണ് എന്നും അത്തരം നടപടികളിലേക്ക് കടക്കാമെന്നുമാണ് കോടതിയിൽ നിന്നും ഇപ്പോഴുണ്ടായ ഉത്തരവ് എന്നുള്ള കാര്യത്തിന്റെ ആത്യന്തികമായ വിവരം.